മോള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, അല്ലേ യശോദേ? എന്തൊക്കെയാ ദേവ നീ പറയുന്നേ? സാരമില്ല അമ്മേ, അവള് നിൽക്കട്ടെ. ആ, മോൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ? മുത്തശ്ശിക്ക് എന്റെ കുട്ടിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതുപോലെ കുട്ടി മുത്തശ്ശിയെ നോക്കുകയും വേണം. ഈശ്വരൻ തീരുമാനിച്ചു വച്ചതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. യശോദേ, രാധികയെ ഇവിടെ നിർത്തുന്നത് എത്രമാത്രം അപകടം പിടിച്ച കാര്യമാണെന്ന് അറിയൂ? അതുകൊണ്ട് എന്താ അമ്മേ, ദേവേട്ടനല്ലേ തീരുമാനിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം. രാധിക ഇവിടെ നിന്നാലേ ഒരാഴ്ചക്കകം അവള് കണിമംഗലത്തെ ബന്ധം അവസാനിപ്പിച്ച് ആറ്റുവാശ്ശേരിയിൽ തിരിച്ചെത്തും. അപ്പൊ പിന്നെ ഭർത്താവ് തളർന്നു വീണു, ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊന്നും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ദേവേട്ട, രാധികയെ നമ്മള് ഇവിടെ തനിച്ച് നിർത്തുന്നത് ശരിയാണോ? അവള് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയല്ലേ. അങ്ങനെയുള്ളപ്പോ അന്യ വീട്ടില് കണിമംഗലത്തുകാര് നമുക്ക് അന്യരല്ലല്ലോ. പിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് രാധിക മോളെയല്ലേ. അവളെ കുറിച്ച് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അവര് പറഞ്ഞപ്പോ നമ്മളങ്ങ് സമ്മതിച്ചു, അത് സത്യം. നമുക്ക് വൈകുന്നേരം വന്ന് അവളെ വിളിച്ചോണ്ട് പോകാം. അമ്മയ്ക്ക് എന്തത്ര നിർബന്ധം? അവരാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമൊന്നല്ല ഞാൻ രാധികയോടെ നിർത്താൻ തീരുമാനിച്ചത്. പൂജ നടത്താതെ പ്രിയങ്ക ഒളിച്ചോടിപ്പോയതും തിരിച്ചെത്തിയതൊന്നും ആ കുടുംബത്തിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അവൾക്ക് ഇനി മനസ്സിൽ തെറ്റായ ചിന്തകൾ എന്തെങ്കിലും വന്നാൽ അത് തിരുത്താൻ കൂടിയാണ് ഞാൻ രാധികയോടെ നിർത്തിയത്. ഉപദേശിക്കാനാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും കാലം അമ്മയുടെ ഉപദേശത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും കള്ളം പറഞ്ഞ് അമ്മ രാധിക തിരിച്ചു വിളിക്കാനും ശ്രമിക്കണ്ട. ഇറങ്ങാം. അമ്മയ്ക്കിത് എന്തിന്റെ അസുഖ? ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, എന്റെ സാധനങ്ങളൊക്കെ വെക്കാനും കിടക്കാനും ഒക്കെ എവിടെയാന്നൊന്നും പറഞ്ഞില്ല. ഓ, ഇവിടെ വിശേഷപ്പെട്ട അതിഥികൾ വന്നാലേ അവർക്ക് താമസിക്കാനുള്ള മുറിയും അതിന്റെ നമ്പരും ഒക്കെ പുറത്ത് വലിയൊരു ബോർഡ് വെക്കാറുണ്ട്. നോക്കിയില്ലേ? ഈ വീടിനകത്തെ ഒരുപാട് മുറികളുണ്ട്, അതിലൊക്കെ ആളുകളും ഉണ്ട്. തൽക്കാലം വാ, ഞാനൊരിടം കാണിച്ചു തരാം. തൽക്കാലം ഇതിനകത്ത് പായ വിരിച്ചു കിടന്നോ. ഇതിനകത്ത് എങ്ങനെയാ? സപ്രപഞ്ചത്തിലേക്ക് കിടക്കുന്നുണ്ടോ? അങ്ങനെയാണോ ആറ്റുവാശ്ശേരിയിൽ ശീലിച്ചിരിക്കുന്നത്? വേണ്ട, ഇത് മതി. ഇത് വലിയ പരാതിയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കിടന്നോ. ചേച്ചിക്ക് നല്ല മുറി കൊടുക്കാത്തതില് പരാതി എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ചെറിയമ്മയുടെ ഇഷ്ടം. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ
ചെറിയമ്മയ്ക്ക് നല്ല മിടുക്കാണല്ലോ. ആ, കിടന്നു അനുഭവിക്കട്ടെ. നാളെ നേരം വെളുക്കുമ്പോ തന്നെ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയണം. ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ രാധികയ്ക്ക്? മുറി കാണിച്ചു കൊടുക്കാൻ ഉർവശിയോട് പറഞ്ഞു. അമ്മ എന്തിനാ ആ കുട്ടിയെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്? അല്ല, എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഈ കൽപ്പനയുടെ ഉർവശിയുടെ ഒക്കെ പെരുമാറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലാവുമ്പോ നമ്മൾ മാത്രം സഹിച്ചാ പോരെ. അങ്ങനെ എന്തെങ്കിലും ആ കുട്ടി കണ്ടാല് അവൾ ആറ്റുവാശേരിച്ചെന്ന് പറയില്ലേ? ദേവനാരായണൻ തിരുമേനിക്കും കുടുംബത്തിനും അതൊരു വലിയ വിഷമാവില്ലേ? അതാ പറഞ്ഞത് ശരിയാ. പക്ഷേ അമ്മ വല്ലാതെ നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഒരു 2 ദിവസം നിൽക്കട്ടെ, അത് കഴിഞ്ഞ് താൻ അവളെ കൊണ്ടാക്കണം. എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താന്ന് തെളിച്ചു പറയ്. വേറൊന്നും അല്ലടോ, ഒരു പെൺകുട്ടി ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങുന്നത് അവളുടെ അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. താൻ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്തു വെക്കണ്ടല്ലോ. നല്ല കുട്ടിയാ അവള്. എല്ലാ കാര്യങ്ങളിലും ഒരു പക്വതയുണ്ട്. ഞാനിന്ന് കുറേ നേരം സംസാരിച്ചു. ചില കാര്യങ്ങൾ പറയുന്ന കേട്ടാലേ അതിശയത്തോടെ നമ്മൾ ഇരുന്നു പോവും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കുട്ടിയെ മരുമോളായി കിട്ടുന്നവരുടെ ഭാഗ്യമാ. അമ്പാടിക്കാരുടെ ഭാഗ്യം. അമ്പാടിക്കാരോ? കൃഷ്ണനാണ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നും കൃഷ്ണന്റെ ഭാര്യയായിട്ടാണ് താൻ ജീവിക്കുന്നതെന്നും അല്ലേ അവള് പറയുന്നത്? അങ്ങനെ ഒരാൾ അമ്പാടിയിലേക്കല്ലേ പോകേണ്ടത്? കളിയാക്കിയതാണല്ലേ? ഏയ് അല്ല, ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിന്റെ അത്ഭുതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനെ കൺമുമ്പിൽ കാണുമ്പോ അത് ഞാൻ ആലോചിച്ചു പോവും. ഭക്തിക്ക് പലരും പറയുന്നുണ്ടല്ലോ, ഇതും അക്കൂട്ടത്തിലൊന്നാവും. ഈ നമ്പർ നിലവിലില്ല, ദയവായി നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. ശരത്തെ, എന്തെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കും. അതിനെനിക്ക് നിന്നേക്കാൾ വലിയ ആളായല്ലേ പറ്റൂ. അതിനെന്റെ മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ, വരുണിന്റെ ഉത്തമ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. കണക്ക് പറഞ്ഞ് പണം തന്ന നിലയ്ക്ക് കൂടുതലൊന്നും ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ടേ കൈക്കലാക്കാൻ പറ്റും. സ്നേഹം കൊണ്ട് മാത്രം.
ബഹളം വെക്കില്ല പ്ലീസ് 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 പ്ലീസ്. രാധിക, ആരൊക്കെ തടസ്സം നിന്നാലും നമ്മളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനാണ് ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ടാണ് ഞാനും നീയും ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് പോവോ? ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല. എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഒരു മുഹൂർത്തം കാത്തിരിക്കുക ഞാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അല്ല, വരുൺ താലി കിട്ടിയത് പ്രിയങ്കയാ. പഴകിപ്പോയൊരു കള്ളം ഇനിയും ആവർത്തിക്കണോ? ഈ കഴുത്തിലല്ലേ ഞാൻ താലി കിട്ടിയത്? ഈ കൈകളിലല്ലേ ഞാൻ പിടിച്ചത്? അവളെന്റെ അനിയത്തി. അവളുടെ ജീവിതം എനിക്ക് പ്രധാനപ്പെട്ടതാ. എടോ, അവൾക്ക് എന്റെ ഭാര്യ പദവി ആവശ്യമില്ല. അവൾ എന്നോട് ആവശ്യപ്പെട്ട പണമെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ അതും കൊണ്ടാണ് പോയത്. അവൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് കൂടുതൽ വിലപേശലിനാ. ഇനി അവൾ എത്ര ചോദിച്ചാലും അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. കാരണം അത് നമ്മൾ ഒരുമിക്കുന്നതിനുള്ള പ്രതിഫലമാണ്. ഞാനിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. എടോ, തന്റെ ജീവിതത്തിലെല്ലാം തീരുമാനിക്കുന്നത് ഭഗവാൻ കൃഷ്ണനല്ലേ? ഇതും ഭഗവാന്റെ തീരുമാനമല്ലേ? നമ്മൾ ഒന്നിച്ചു ചേരണമെന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതല്ലേ? ഈ പാത്രം ആരാ താഴെ വെച്ചത്? പ്രിയങ്ക, പ്രിയങ്ക. കണിമംഗലത്ത് സുഖിക്കാൻ വന്നല്ലേ? ഇങ്ങനെ തന്നെ കിടക്ക്. പ്ലീസ് വരണൊന്നും പോ.
വരുൺ, മുത്തശ്ശി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്താ നീ എന്നെ പ്രതീക്ഷിച്ചില്ലേ? അല്ല, ഞാൻ കരുതി മുത്തശ്ശി മുറിക്കാത്തായിരിക്കും. നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നേ? ഒന്നുമില്ല. അല്ല, ഈ വീട്ടിനകത്ത് എവിടെ വേണേലും എനിക്ക് പോയി കൂടെ? ഇത് നമ്മുടെ വീടല്ലേ? ഇതിനു മുമ്പും ഇത് നമ്മുടെ വീടായിരുന്നു. ഇങ്ങനെ വാലില് തീ പിടിച്ച പോലെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. മുത്തശ്ശി വെറുതെ ഓരോന്ന് പറയാതെ. ഞാനിത്തിരി കാറ്റ് കൊള്ളാന്ന് കരുതിയിട്ടാ. ചൂട് ശകലം കൂടുതലല്ലേ? ആ, മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഈ പ്രകൃതിന്ന് വരുന്ന കാറ്റ് പോലെ ആവില്ലല്ലോ അത്. ഈ പ്രകൃതി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? മുത്തശ്ശി എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാ എന്നോടിങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നേ? നിന്റെ ഈ ചമ്മലുണ്ടല്ലോ, അത് കാണാൻ നല്ല രസമാ. ആ, പക്ഷേ മുത്തശ്ശിയോട് എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. എന്താ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാ അവരെവിടെയാ കിടത്താറ്? ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഏതാണോ അവിടെയല്ലേ? ആ പാവ രാധിയെ കിടത്തിരിക്കുന്ന എവിടെയാണെന്നറിയോ? രാധികയ്ക്ക് മുറി റെഡിയായി കൊടുക്കാൻ ഉർവശിയോട് ഞാൻ പറഞ്ഞതാണല്ലോ. ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അടുക്കളയില്, തറയില്. മുത്തശ്ശി ആ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ആറ്റുവാശ്ശേരി ചെന്ന് രാധിക അവരോടത് പറയില്ലേ? അവരറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട്. മുത്തശ്ശിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ കുഴപ്പമുണ്ടാക്കിയേനെ. തൽക്കാലം നീ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പ്രശ്നം ഞാൻ പരിഹരിച്ചു തന്നാ മതിയല്ലോ. പരിഹരിക്കൂ. പിന്നെ മറ്റുള്ളവർക്ക് അവള് സാധാരണക്കാരിയായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ അല്ലല്ലോ. പ്രിയങ്കേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി? രാധിക ഏത് റൂമിലാ കിടക്കുന്നേ? ചേച്ചി കിടന്നുറങ്ങി. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയിപ്പോ രാവിലെ. എവിടെയാ കിടന്നുറങ്ങുന്നല്ലേ ചോദിച്ചുള്ളൂ. അത് അപ്പുറത്തെ ആ ചെറിയ മുറിയില്. ഞാനല്ല, ചെറിയമ്മയെ കാണിച്ചു കൊടുത്ത. അടുക്കളയിലെ നിലത്ത് പായ വിരിച്ചാണോ സ്വന്തം ചേച്ചിയെ കൊണ്ടുപോയി കിടത്തുന്നേ? അത് മുത്തശ്ശി, ഞാനിനി എന്തെങ്കിലും പറഞ്ഞിട്ട് ചെറിയമ്മയ്ക്ക് ഇത് വിഷമായാലോ എന്ന് കരുതിയിട്ടാ. ഓഹോ, ഉർവശിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചോളാം. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഗസ്റ്റ് റൂം ഒന്ന് തുറന്ന് അതിലെ വിരിയൊക്കെ ഒന്ന് മാറ്റും. ചേച്ചി അവിടെ കിടത്താനോ? ഗസ്റ്റിനെ ഗസ്റ്റ് റൂമിലല്ലേ കിടത്തേണ്ടത്. തന്റെ വീട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് കൃത്യമായ ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ തനിക്കല്ലടോ അതിന്റെ നാണക്കേട്. ശരി, എന്നാ നാളെ മുതൽ അവിടെ കിടത്താം. നാളെ മുതലല്ല, ഒരു നിമിഷം പോലും രാധിക ഇപ്പൊ കിടക്കുന്ന മുറിയിൽ കിടക്കാൻ പാടില്ല.